നിരന്തരമായിട്ട് എല്ലാ വീഡിയോയുടെ താഴെയും കമന്റുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇന്ത്യൻ നേവി SSR AA അല്ലെങ്കിൽ ഇന്ത്യൻ നേവി MR ഓടി പിടിച്ചു വന്നിട്ട് ഇന്ത്യൻ നേവി MR റിക്രൂട്ട്മെന്റ് വന്നു, അതാണ് ഇതാണ് ബ്ലാ 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 എന്ന് പറഞ്ഞിട്ട് പോകുന്നതിനേക്കാളും ബെറ്റർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പലരും കമന്റ് സെക്ഷനിലൂടെ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. ഇന്ത്യൻ നേവി MR അല്ലെങ്കിൽ ഇന്ത്യൻ നേവി SSR AA റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുണ്ടോ, 2021 വിളിച്ചിട്ടുണ്ടോ എന്ന് പല വീഡിയോസ്, അതായത് നിരന്തരമായിട്ട് പല വീഡിയോസിന്റെയും കമന്റ് സെക്ഷനിൽ അങ്ങനെ ഒരു കമന്റ് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള കുറച്ച് ഡേറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ഡേറ്റ്സിന്റെ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഒരു ഡിഫൻസ് ജോലി ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ ഉപയോഗപ്പെടും. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ട് മനസ്സിലാക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പുതിയ ജോബ് ന്യൂസുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റിലൂടെ അറിയിക്കുക. മറ്റൊരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്, നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ട് മനസ്സിലാക്കിയ ശേഷം മാത്രമേ കമന്റ് ഇടാവുള്ളൂ. അതായത് ഞാൻ പല വീഡിയോകളിലും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ വീഡിയോയുടെ ഒരു 2ാമത്തെ മിനിറ്റിൽ പറയുന്ന കാര്യങ്ങൾ പോലും അവര് ഡൗട്ടുകളായിട്ട് കമന്റിലൂടെ ചോദിക്കുന്നുണ്ട്. ആ ഒരു പ്രവണത നിങ്ങൾ മാറ്റണം. ഇപ്പോൾ ഒരു 5 മിനിറ്റിന്റെ വീഡിയോ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അത് കണ്ടു കഴിയുമ്പോൾ തന്നെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ അതിലില്ലാത്ത കാര്യങ്ങൾ മാത്രം നിങ്ങൾ കമന്റിലൂടെ ചോദിക്കാൻ മനസ്സ് കാണിക്കുക. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. സോ ഇപ്പോഴേ തന്നെ മറക്കാതെ ലൈക്ക് ചെയ്യുക. കാരണം വീഡിയോ പലരും കാണുന്നുണ്ട്, പക്ഷെ ലൈക്ക് ചെയ്യുന്നവരുടെ എണ്ണം കുറവാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ആദ്യമായിട്ട് തന്നെ ഞാൻ 10ാം ക്ലാസ് യോഗ്യതയിൽ MR അതായത് ഇന്ത്യൻ നേവി മെട്രിക് റിക്രൂട്ട്സിൽ എങ്ങനെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അതുപോലെ തന്നെ 2021 എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ്, അതിന്റെ 10ാം ക്ലാസ് യോഗ്യതയിലാണ് MR വിളിക്കുക, അതുപോലെ തന്നെ സിലബസ് എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിരുന്നു. അപ്പോൾ സിലബസിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് അതൊന്ന് പോയി കാണുക. ഇനി 10ാം ക്ലാസ് യോഗ്യതയിൽ 2021 ഇന്ത്യൻ നേവി MRന്റെ എക്സാം, അതുപോലെ തന്നെ ഏജ്, മെഡിക്കൽ, അതുപോലെ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ തീർച്ചയായും അത് പോയി കണ്ടതിന് ശേഷമായിട്ട് മാത്രം നിങ്ങളുടെ ഡൗട്ടുകൾ കമന്റിലൂടെ അറിയിക്കാൻ ശ്രമിക്കുക. കാരണം ആ 2 വീഡിയോയിലാണ് കോർ ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊരു കാര്യം, നമ്മുടെ ചാനലിന്റെ മോട്ടോ എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരു ഇന്ത്യൻ നേവി MR റിക്രൂട്ട്മെന്റ് വന്നു എന്ന് പറയുമ്പോൾ ഓടി പിടിച്ചു വന്നിട്ട് ഇന്ത്യൻ നേവി MR റിക്രൂട്ട്മെന്റ് വന്നു, അതാണ് ഇതാണ് ബ്ലാ 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 എന്ന് പറഞ്ഞിട്ട് പോകുന്നതിനേക്കാളും ബെറ്റർ ഇന്ത്യൻ നേവി MR എന്താണ്, ഇന്ത്യൻ നേവി SSR AA എന്താണ്, പലർക്കും അത് അറിയില്ല. അപ്പൊ അതിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻ ഷെയറിംഗ് ചാനലാണിത്. പലരും തെറ്റിദ്ധരിക്കാറുണ്ട്, അതായത് ഇവൻ എന്തിനാ ഇന്ത്യൻ നേവി MRന്റെ നോട്ടിഫിക്കേഷൻ വരാതെ തന്നെ എടുത്ത് വീഡിയോ ഇടുന്നത്. അപ്പൊ അങ്ങനെ പല ചോദ്യങ്ങളും വരാറുണ്ട്. അപ്പൊ അതൊന്നും ഞാൻ കണക്കിലെടുക്കാറില്ല. കാരണം അത് കണക്കിലെടുത്ത് ഇരുന്ന് ചിന്തിക്കുന്ന പണിയല്ല എനിക്ക്. ഞാൻ എൻ്റെ ചാനലിന് ഒരു വിഷൻ കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ചാനലിൽ നിന്ന് ഏത് വീഡിയോ കാണുന്ന ഒരു വ്യക്തിക്കും എന്താണ് അതെന്ന് ആദ്യം മനസ്സിലാക്കി കൊടുക്കുക. ശേഷമായിട്ട് അതിന്റെ റിക്രൂട്ട്മെന്റ് വന്നു, ഇന്ന കാര്യങ്ങളാണ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ വൃത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ അപ്പം ഇന്ത്യൻ നേവി മെട്രിക് റിക്രൂട്ട് എന്താണെന്ന് പറയാം. അതായത് ഇന്ത്യൻ നേവി 10ാം ക്ലാസ് യോഗ്യതയിൽ സ്വീകരിക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആണ്. അതായത് +2 നിങ്ങൾ ഏത് സബ്ജക്ട് പഠിച്ചാലും കുഴപ്പമില്ല, 10ാം ക്ലാസ് യോഗ്യതയാണ് ഇന്ത്യൻ നേവി MRന് അവര് കണക്കാക്കുക. അതുപോലെ തന്നെ ഇന്ത്യൻ നേവി SSR AA റിക്രൂട്ട്മെന്റിന് നിങ്ങൾ +2 സയൻസ് പഠിച്ചിട്ടുള്ളവരായിരിക്കണം. അതായത് ഇന്ത്യൻ നേവി SSRൽ എങ്ങനെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, 2021 എക്സ്പെക്ടേഷൻ, അതിന്റെ എക്സാമും മറ്റു കാര്യങ്ങളെല്ലാം പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഇന്ത്യൻ നേവി SSR AA പറ്റിയും ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾ അതിനെ പറ്റി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണുക. ആ വീഡിയോയിലാണ് അതിന്റെ കോർ ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് കമന്റിലൂടെ ചോദിച്ച ഡൗട്ടുകളാണ്. ഇന്ത്യൻ നേവി MR റിക്രൂട്ട്മെന്റ് എന്താണ് വിളിക്കുന്നത്, അതുപോലെ തന്നെ 2021 എന്നാണ് വിളിക്കുന്നത്, അതുപോലെ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, മറ്റു കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ നേവി MR റിക്രൂട്ട്മെന്റ് ശരിക്കും ഈ വർഷത്തെ ആദ്യത്തെ 3 മാസങ്ങൾക്കുള്ളിലാണ് വിളിക്കേണ്ടത്. അപ്പൊ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാം, കാര്യങ്ങളെല്ലാം കുറച്ച് വേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ഉറപ്പായിട്ടും വിളിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലും അങ്ങനെയാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരുപക്ഷെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ചാൻസ് ഇല്ലയോ എന്ന് ചോദിച്ചാലും ഇല്ല, പറയാൻ പറ്റില്ല. ഈ മാസമോ അല്ലെങ്കിൽ അടുത്ത മാസമോ തീർച്ചയായും നിങ്ങൾക്ക് ഇന്ത്യൻ നേവി MR SSR റിക്രൂട്ട്മെന്റുകൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇന്ത്യൻ നേവി MR AA SSRന്റെ റിക്രൂട്ട്മെന്റ് വരുമ്പോൾ തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. നിങ്ങൾ ആ ഒരു വീഡിയോക്കായിട്ട് വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. തീർച്ചയായും ഈ ഒരു ചാനൽ ഇൻഫോർമേറ്റീവ് ചാനലാണ്, അല്ലാതെ എപ്പോഴും ജോബ് ന്യൂസ് വേക്കൻസികൾ മാത്രം ഷെയർ ചെയ്യുന്ന ഒരു ചാനലായിട്ടല്ല ഞാൻ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ കണ്ട് ഏറ്റെടുക്കുക. അതുപോലെ തന്നെ മാക്സിമം ഉപയോഗപ്പെടുത്തി എടുക്കുക. മാക്സിമം
മാക്സിമം സുഹൃത്തുക്കളിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ഓൾറെഡി 3 വീഡിയോ അപ്ലോഡ് ചെയ്തു. 2 വീഡിയോ MR നെ പറ്റിയിട്ടും 1 വീഡിയോ ഇന്ത്യൻ നേവി SSR AA റിക്രൂട്ട്മെന്റിനെ പറ്റിയിട്ടും. അപ്പൊ ഇത് 2021 എക്സ്പെക്ടേഷന്റെ വീഡിയോസ് ആയിരുന്നു ആ 3 വീഡിയോസും. ആ 3 വീഡിയോസിലും കോർ ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുണ്ട്. നിരന്തരമായിട്ട് എല്ലാ വീഡിയോയുടെ താഴെയും കമന്റുകൾ ഇങ്ങനെ വരുന്നുണ്ട്, ഇന്ത്യൻ നേവി SSR AA അല്ലെങ്കിൽ ഇന്ത്യൻ നേവി MR. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ അധികം കണ്ടന്റ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ചെയ്തത്. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജസ്റ്റ് ഞാൻ ഒന്നും കൂടെ പറഞ്ഞേക്കാം. ഇന്ത്യൻ നേവി MR റിക്രൂട്ട്മെന്റ് 10ാം ക്ലാസ് പാസിനാണ് വിളിക്കുന്നത്. 10ാം ക്ലാസ്സിൽ അധികം പെർസെന്റേജ് ഒന്നും അവർ ആവശ്യപ്പെടുന്നില്ല. അതിനെപ്പറ്റി സിലബസ്, എക്സാം, ഏജ്, മെഡിക്കൽ ഡേറ്റ് ഇതിനെപ്പറ്റിയുള്ള എക്സ്പെക്ടേഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ പോയി ചെക്ക് ചെയ്യുക. രണ്ടാമതായിട്ട് ഇന്ത്യൻ നേവി SSR +2 സയൻസ് പഠിച്ചവർക്കാണ് അപേക്ഷിക്കാൻ അവസരം. അപ്പോൾ അവരും അങ്ങനെ അതിനെപ്പറ്റി അറിയാൻ താല്പര്യമുള്ളവരും തീർച്ചയായും താഴെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ്. ഈ മാസമോ അല്ലെങ്കിൽ അടുത്ത മാസമോ നമുക്ക് തീർച്ചയായും എക്സ്പെക്ട് ചെയ്യാം. സോ ഫ്രണ്ട്സ്, വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മാക്സിമം ഡിഫൻസ് ജോലി ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ ഈ 2-3 വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്, എക്സ്പെക്ടേഷൻ വീഡിയോസ്. അത് കണ്ടിട്ട് വീണ്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റിലൂടെ അറിയിക്കാം. ഓക്കെ.